യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ കൂനു നിങ്ങളാവണേ കവ്വാമീന. കവ്വാമീൻ എന്ന് വെച്ചാൽ നിങ്ങൾ നിലകൊള്ളുന്നവരാവണേ. നിങ്ങൾ നിലകൊള്ളുന്നവരാണ്. ഈ പേജ് തീരാറായോ? ഇല്ല അല്ലേ? നിങ്ങൾ നിലകൊള്ളുന്നവരാവണേ, അതായത് കായ്മീനെ നിങ്ങൾ നിലകൊള്ളുന്നവരാവട്ടെ. കവ്വാമീൻ എന്ന് വെച്ചാൽ കായ്മീൻ്റെ മാനക്കാണ്. ബിൽ ക്രിസ്തി എന്ന് വെച്ചാൽ ബിൽ അതിൽ നീതിപൂർവ്വം. ഷുഹദാ ബിൽ ഹക്കി യാഥാർത്ഥ്യവും കൊണ്ട് സാക്ഷികളായ നിലയ്ക്ക്. യാഥാർത്ഥ്യം കൊണ്ട് സാക്ഷികളായ, സത്യത്തെ കൊണ്ട് സാക്ഷികളാവുക, അല്ല കള്ളസാക്ഷികളല്ല, സത്യസാക്ഷികളാവുക. ലില്ലാഹി അള്ളാഹുവിന് വേണ്ടി അങ്ങനെ നിങ്ങൾ നിലകൊള്ളുക അല്ലേ. വലോ കാനത്തി ഷഹാദത്തു ഈ സാക്ഷി നിൽക്കൽ ആണെങ്കിലും ശരി, അല അംഫുസിക്കും നിങ്ങൾക്കെതിരെ ആണെങ്കിലും ശരി അല്ലേ, നിങ്ങൾക്കെതിരെ ആണെങ്കിലും ശരി. ഫഷദൂ നിങ്ങൾ സാക്ഷി നിൽക്കുക, അലിഹ നിങ്ങളുടെ നഫ്സുകൾക്കെതിരെ തന്നെ. ബി അൻ തുഖിറൂ നിങ്ങൾ സമ്മതിക്കൽ കൊണ്ട്, ബിൽ ഹക്കി യാഥാർത്ഥ്യത്തെ, വലാ തക്തുമൂഹു നിങ്ങളതിനെ മറച്ചു വെക്കാതിരിക്കൽ കൊണ്ട്. അതായത് നിങ്ങളൊരു കേസിൽ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ സമ്മതിക്കുക, ഞാനിങ്ങനെ എൻ്റെ ഭാഗത്ത് ഹക്കിൽ പിഴവുണ്ടായി, അവൻ്റെ ഹക്കാണിത്, സമ്മതിക്കണം. അപ്പോൾ നിങ്ങൾക്കെതിരെയാണെങ്കിൽ പോലും ഈ ഷഹാദത്ത് നിങ്ങൾ ആ ഷഹാദത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കാൻ പാടില്ല. നിങ്ങളതിനെന്ത് ചെയ്യണം? അംഗീകരിക്കണം. അങ്ങനെ നിങ്ങൾക്കെതിരെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സത്യം കൊണ്ട് അല്ലെ യാഥാർത്ഥ്യം കൊണ്ട് സാക്ഷികളാവുന്നവരാവണം, നീതിപൂർവ്വം നിലകൊള്ളുന്നവരാവണം എന്നാണ് അള്ളാഹ് കൽപ്പിക്കുന്നത്. ഔ അലൽ വാലിദൈൻ അല്ല നിങ്ങൾക്കെതിരെയല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയാണെങ്കിലും ശരി, സാക്ഷി നിൽക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെയാണെങ്കിലും ശരി, വല്ല അക്രബീൻ കുടുംബക്കാർക്കെതിരെയാണെങ്കിലും ശരി, സത്യം ഏതിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ഒപ്പം നിൽക്കണം. ഈ യക്കുനിൽ മഷൂദ് അലൈഹി ഈ മഷൂദ് അലൈഹി ആയ ആൾ, അതായത് ആർക്കെതിരെയാണ് സാക്ഷി നിൽക്കപ്പെടുന്ന അയാളാണ് മഷൂദ് അലൈഹി. അപ്പോൾ ഈ മഷൂദ് അലൈഹി ആയ ആളായാൽ ഖനിയൻ എന്താണ് സമ്പന്നനാണ്, ഔ ഫക്കീർ അല്ലെങ്കിൽ ദരിദ്രനാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു ആണ് ഔലാബിഹിം അവർ രണ്ടുപേരെക്കാൾ ബന്ധപ്പെട്ടത് മിങ്കും നിങ്ങളോട്. അപ്പം ഒരാൾ രണ്ടുപേര് തമ്മിൽ കേസുണ്ട്, ഒരു പണക്കാരനും പാവപ്പെട്ടവരും. അവൻ പാവമല്ലേ, അയാൾക്ക് മറ്റേ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പാവത്തിന് ഒപ്പം നിന്നു കൊടുക്കാം. സംഗതി ഹക്ക് പാവത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഈ പാവത്തിനൊപ്പം നിൽക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ പണക്കാരനും പൈസക്കാരനുണ്ട്, ആ സംഗതി ഹക്ക് പാവപ്പെട്ടവൻ്റെ അടുക്കലാണ്, അപ്പോൾ പൈസക്കാരനല്ലേ അയാളുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ ഹക്കിന് വിരുദ്ധമായിക്കൊണ്ട് പണക്കാരനൊപ്പം നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റൂല. അപ്പം മഷൂദ് അലൈഹി നീയാവട്ടെ ഫക്കീറാവട്ടെ അതൊന്നും നോക്കാൻ പാടില്ല, ഹക്കിൻ്റെ ഒപ്പം നിൽക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കാളൊക്കെ ബന്ധപ്പെട്ടത് നിങ്ങളോട്, അവരെക്കാളൊക്കെ അള്ളയാണ് ബന്ധപ്പെട്ടത്. വ അഅലമു ബി മസാലിഹിമ അവർ രണ്ടുപേർക്ക് ഏറ്റവും മസ്ലഹ് അല്ലേ, മസ്ലഹ് അവർക്ക് രണ്ടുപേർക്കും നല്ലത് എവിടെയാണ്, അവർക്ക് രണ്ടുപേർക്കും നല്ലത് എന്താണ്, അവരുടെ മസ്ലഹിനെ പറ്റി കൂടുതൽ അറിയുന്നതും അള്ളയാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു ഫക്കീറിനെ ഫക്കീറാക്കിയതും ഖനിയും ആക്കിയത്. വഇൻ തൽവൂ എന്ന് വെച്ചാൽ നിങ്ങൾ മാറ്റം വരുത്തിയാൽ, ചുറ്റുക എന്നൊക്കെ അർത്ഥമുണ്ട്. ലവു എന്താണ് നാവ് വെച്ചിട്ട് വളയ്ക്കുക, അതായത് സത്യമല്ലാത്ത കളവ് പറയലെന്നൊക്കെ പറയും. അതാ ഇവിടെ പറയുന്നതാ തുഹരിഫൂന്ന് അഷഹാദ നിങ്ങൾ ഈ ഷഹാദത്തിനെ മാറ്റം വരുത്തിയാൽ, നിങ്ങൾ ഈ ഷഹാദത്തിനെ യഥാർത്ഥത്തിൽ നടത്തേണ്ട രൂപത്തിലല്ലാതെ നടത്തിയാൽ, ഷഹാദ് സാക്ഷ്യം വഹിച്ചാൽ തെറ്റായ രൂപത്തിൽ. അഫീ ഖിറാത്ത് മറ്റൊരു ഖിറാത്തുണ്ട് ബി ഹദ്ഫിൽ വാവിൽ ഊല ഒന്നാമത്തെ വാവിനെ കളഞ്ഞിട്ട്, വൈൻ തൽവൂ എന്നല്ലാതെ വൈൻ തലൂന്ന് ഖിറാത്തുണ്ട്. വൈൻ തലൂ അതെന്തിനാണ്? തഖ്ഫീഫ് ചെയ്യാൻ വേണ്ടി, ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഒരു വാവിനെ കളയുന്നത്. അങ്ങനെ രണ്ട് ഖിറാത്തുണ്ട്. വൈൻ ഒന്നാമത്തെ വാവിനെയാണല്ലോ, അപ്പം വൈൻ തൽവൂ എന്ന് ഖിറാത്തുണ്ട്, വൈൻ തലൂ എന്ന് ഖിറാത്തുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളങ്ങനെ എന്താണ് ഷഹാദത്തിന് മാറ്റം വരുത്തിയാൽ, ഔ തുഅരിലു അൻ അദായിഹ അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ, അൻ അദായിഹ സാക്ഷ്യം വഹിക്കുന്നിടത്തോട്ട് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഹക്കായ രൂപത്തിൽ പക്ഷേ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം വഹിക്കാതെ തിരിഞ്ഞു കളഞ്ഞാൽ, അങ്ങനെയൊക്കെ ചെയ്താൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി അള്ളാഹ് സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ഫൈജാസിക്കും ബിഹി എന്നിട്ട് അതിന് പകരം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതും ചെയ്യുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ, ആമിനു നിങ്ങൾ വിശ്വസിച്ചോ, അതായത് ദാവിമു നിങ്ങൾ നിത്യമായിക്കോ എന്ന് അല്ലൽ ഈമാനിൻ്റെ മേൽ നിത്യമായിട്ട് മുഅ്മിനീങ്ങളായിട്ട് കഴിഞ്ഞു കൂടിക്കോ. നിങ്ങൾ ഓൾറെഡി വിശ്വസിച്ചിട്ടുണ്ട്, ഇനി ആ ഈമാനിലൂടെ ആയിട്ട് തന്നെ കഴിഞ്ഞോ, അല്ലെങ്കിൽ പിന്നെന്താ പിന്നെയും ഈമാൻ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നിത്യമായിട്ടും മുഅ്മിനീങ്ങളായി നിന്നോളാൻ വിശ്വസിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട്? ബില്ലാഹി വ റസൂലി അള്ളാഹുവിൻ്റെ പ്രവാചകരെയും വൽ കിതാബ് ഈ ഗ്രന്ഥത്തെയും, അല്ലത് എങ്ങനെയുള്ള ഗ്രന്ഥമാണ് നുസില അലാ റസൂലി അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മേൽ അള്ളാഹുവിൻ്റെ ദൂതരുടെ മേൽ ഇറക്കപ്പെട്ട, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഇറക്കപ്പെട്ട അതേതാണ് വഹുൽ ഖുർആൻ, അത് ഖുർആനാണ്. അപ്പോൾ ഇതിനെ കൊണ്ടൊക്കെ വിശ്വസിക്കുക. പിന്നെ വൽ കിതാബ് ഒരു കിതാബ് ഉണ്ട്, അല്ലത് എങ്ങനെയുള്ള കിതാബാണ് ഉൻസില മിൻ ഖബൽ നബിതങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട
ഇവിടെ അല റുസുലി മുർസലീങ്ങളുടെ മേലെ. പക്ഷേ ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ്? നേരത്തെ പറഞ്ഞാൽ അഭിമാനിൽ കുത്തുബിൻ്റെ അർത്ഥത്തിലാണ്. പല ഗ്രന്ഥങ്ങൾ അല്ലേ, സബൂർ, ഇഞ്ചീൽ, ദാവൂദ്, മറ്റ് ഏടുകളൊക്കെ ഉണ്ടല്ലോ. അത്തരം പഴയ മുസ്ലിങ്ങൾ, നബിതങ്ങൾക്ക് മുമ്പ് വന്ന മുസ്ലിങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ മറ്റു ഗ്രന്ഥങ്ങൾ, അതിനെയും വിശ്വസിക്കുക. അഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തുണ്ട് ബിൽ ബിനാ ഇലിൽ ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട്, അതായത് മഅറൂഫായ ഖിറാഅത്ത് ഉണ്ട്. ഉൻസില എന്നല്ലാതെ അൻസല എന്നുണ്ട്. ഫിൽ ഫീലൈന്, രണ്ട് ഫീലിലും. നേരത്തെ എന്താണെന്ന് നുസില എന്നുള്ള സ്ഥാനത്ത് നസല എന്നും ഉൻസില എന്നുള്ള സ്ഥലത്ത് അൻസല എന്നും അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്. അപ്പോൾ എന്താവും? അള്ള ഇറക്കിയെന്ന് അർത്ഥം വരും. നസിലാണെങ്കിൽ അൻസലാണെങ്കിൽ ഇറക്കിയെന്നാണ്. പിന്നെ ചില സ്ഥലത്ത് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വ്യത്യാസം വരും. നമ്മുടെ ആലിമ്രാൻ്റെ തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞു, ആലിമ്രാൻ്റെ തഫ്സീറിനോടെ നസലയാണെങ്കിൽ എന്താണ്? ഘട്ടം ഘട്ടമായിട്ട് ഇറക്കലും. അൻസല എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് ഇറക്കുക. നസല അലൈക്കൽ ഖുർആൻ മീൻ ഖബ്ലു ഹുദൽ ലിന്നാസി വ അൻസലൽ ഫുർഖാൻ. അവിടെ അൻസല അല്ലേ, നോക്കട്ടെ. നസ്സല അലൈഹിൽ കിതാബ് ബിൽ ഹക്ക്. അപ്പോൾ ഖുർആൻ നസ്സലയും ബാക്കിയുള്ളതൊക്കെ എന്താണ്? അൻസലയും. ആ രൂപത്തിൽ ഫർക്ക് വരാറുണ്ട്. അപ്പോൾ അൻസല എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഇറക്കുക. കാരണം തൗറാത്ത് സബൂറൊക്കെ എന്താണ്? ഒറ്റയടിക്ക് വന്നതാണ്. ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ ആ വ്യത്യാസമുണ്ട്. വമൻ യക്ഫുർ ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിനെ നിഷേധിച്ചാൽ, മലായികത്തി, അള്ളാഹുവിൻ്റെ മാലാക്കമാരെയും വകുത്തുബിഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെയും വറുസുലിഹി, അള്ളാഹുവിൻ്റെ മുർസലീങ്ങളെയും വല്യവുമില്ലാഹിർ, അന്ത്യദിനത്തെയും നിഷേധിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, വലിയ വിദൂരമായ ഒരു പിഴവ് പിഴച്ചിരിക്കുന്നു. അനിൽ ഹക്കി, സത്യത്തെ തൊട്ട് വിദൂരമായ. ഇന്നല്ലദീന ആമനൂ, നിശ്ചയം വിശ്വസിച്ച ആളുകൾ, ബിമൂസ, മൂസയെ കൊണ്ട് വിശ്വസിച്ചവർ, വഹുമുൽ യഹൂദ് അലൈഹിസ്സലാം, അത് ജൂതന്മാരാണ്. സുമ്മ കഫറു, പിന്നെ സത്യം നിഷേധിച്ചു, ബി ഇബാദത്തിൽ ഇജിൽ, എന്തുകൊണ്ട്? ആ മാടിൻ്റെ കുട്ടിയെ അല്ലേ, ആടിൻ്റെ കുട്ടിയോ അല്ല പശുവിൻ്റെയോ കാളയുടെ എന്തിൻ്റെ ഒരു കുട്ടി അല്ലേ, ഇതാണ് ഇജിൽ. ആ ഇജിലിനെ ആരാധിക്കൽ കൊണ്ട് സാമിരി ഉണ്ടാക്കിയ അതിന് ഇജിലിനെ ആരാധിച്ചപ്പോൾ അവരെന്തായി? പിന്നെ കാഫിര്യങ്ങളായി. ആദ്യം മുസ്ലിങ്ങളായി, മൂസ നബീനെ വിശ്വസിച്ചിട്ട് മുഅ്മിനീങ്ങളായി, പിന്നെ അവർ കാഫിര്യങ്ങളായി. സുമ്മാമന്, പിന്നെ അവർ വിശ്വസിച്ചപ്പോൾ ബഅദഹു, അതിന് ശേഷം, അതായത് വീണ്ടും മൂസാ നബി വന്ന് ചൂടായി, പിന്നെ അവർ വീണ്ടും സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി. സുമ്മ കഫറു, പിന്നെയും അവർ നിഷേധിച്ചു. മൂസാ നബിയുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം അവരുടെ തലമുറ വന്നല്ലോ, ആ തലമുറ എന്ത് ചെയ്തു? ഈസ നബി അലൈഹി സ്വലാം വന്നു, ഈസ നബി പ്രവാചകനല്ലാന്ന് പറഞ്ഞ് അവർ കാഫിര്യങ്ങളായി. സുമ്മസ്ദാദു, പിന്നെ അവരൊന്നും കൂടെ കുഫറിനെ കൂട്ടി അല്ലേ. സുമ്മസ്ദാദു കുഫ്ര, അവർ കൂട്ടി എന്നല്ല, ഇസ്ദാദ ലാസിമും മുത്താദ്യായിട്ടൊക്കെ വരും. നമ്മുടെ ജമുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ദാദ ലാസിമും സാദ ലാസിം മുത്താദ്യായിട്ട് വരും, ഇസ്ദാദ ലാസിമായിട്ടേ വരൂ എന്നാണ് അവിടെ നിന്ന് മനസ്സിലാവും. പക്ഷേ ലോകത്തിൻ്റെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ട് ഇസ്ദാദ് എന്തായിട്ട് വരൂ? മുത്താദ്യായിട്ട് വരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ലാസിമാണ്. സുമ്മസ്ദാദോ, പിന്നെ അവർ വർദ്ധിക്കുകയും ചെയ്തു. കുഫ്റാൻ, അതെങ്ങനെയാണ്? ബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ട്. ആദ്യം അവർ മൂസാ നബിനെ വിശ്വസിച്ചു, പിന്നെ ഈ പശുക്കുട്ടീനെ ആരാധിച്ചിട്ട് അവർ കാഫിര്യങ്ങളായി. പിന്നെ മൂസാ നബി പറഞ്ഞിട്ട് പിന്നെ അവർ സത്യവിശ്വാസത്തിലും കൊണ്ടു. പിന്നെ മൂസാ നബിയുടെ കാലഘട്ടം കഴിഞ്ഞ് അവരുടെ പരമ്പര വന്നു. പിന്നെ ഈസാ നബിയുടെ കാലഘട്ടമായപ്പോൾ അവർ ഈസാ നബീനെ നിഷേധിച്ചു. നബിതങ്ങളുടെ കാലഘട്ടം നബിതങ്ങളെയും നിഷേധിച്ചു. അപ്പം ഒന്നും കൂടെ എന്തായി? കുഫർ കൂടി അവർക്ക്. അങ്ങനെയുള്ള ആളുകൾ ലം യകുനില്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ടില്ല, അതായത് തീർച്ചയായിട്ടും അള്ളാഹ് ആവൂലാന്ന്, ലിയഗ്ഫിർ ലഹു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂലാന്ന്. ഇവിടെ ലാമ് ജുഹൂദിൻ്റെയാണ്. ജൂദിൻ്റെ ലാം ഒരു തൗക്കീദിന് മാന കിട്ടുമല്ലോ. മാ അക്കാമു അലൈഹി, മാ അക്കാമു അവർ അക്കാമു അവർ നിലകൊണ്ടു, അലൈഹി അതിൻ്റെ മേൽ അല്ലേ, അല്ലെങ്കിൽ അവർ നിലനിർത്തി. അവരെന്തിൻ്റെ മേലാണ് നിലനിർത്തി പോകുന്നത്? അതിൻ്റെ ഒന്നും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കൂല. വലാലി യഹ്ദിയം, അള്ളാഹ് ആയിട്ടില്ല എന്തിനു? അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കാൻ. സബീല, ഒരു മാർഗ്ഗവും അവർക്ക് കാണിച്ചു കൊടുക്കുകയില്ല എന്നുള്ള തരീഖന്, ഒരു തരീഖിനെയും. എങ്ങോട്ടുള്ള തരീഖ? ഇല്ല, ഹക്കിലേക്കുള്ള യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു വഴി അള്ളാഹ് അവർക്ക് കാണിച്ചു കൊടുക്കൂല. ബഷീർ, അഖ്ബിർ യാ മുഹമ്മദ്. ബഷീർ എന്ന് വെച്ചാൽ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? അഖ്ബിർ യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് അറിയിച്ചു കൊടുക്കാന്നാണ്. അവിടെ ഇപ്പം കളിയാക്കിക്കൊണ്ടൊരു രൂപത്തിലാണ് ഇവിടെ സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുന്നത്. അൽ മുനാഫിഖീന, കപട വിശ്വാസികൾക്ക് അന്നലഹും അദാബൻ അലീമ, വേദനാജനകമായ അല്ലേ, മുഅലമൻ ആ ശിക്ഷക്ക് പോലും വേദന ഉണ്ടാകും. മുഅലിമല്ല, മുഅലമെന്ന് വായിക്കണം. ആ ശിക്ഷക്ക് പോലും വേദന. അപ്പം വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ, അങ്ങനെയുള്ളതായ ഒരു ശിക്ഷ അവർക്കുണ്ടാവും. ശിക്ഷക്ക് പോലും വേദന, അങ്ങനത്തെ ഒരു ശിക്ഷ അവർക്കുണ്ടെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ. ഹു അദാബുന്നാർ, അത് നരക ശിക്ഷയാണ്. ഇത് തീർന്നോ? ഇനി ഒരായത്തും കൂടെ ഉണ്ടല്ലേ. അല്ലദീന, എങ്ങനെയുള്ള മുനാഫിക്കീങ്ങളാണ്? ബദലുൻ ഔ നഅത്തുൽ മുനാഫിക്കീൻ, ആ മുനാഫിക്കീങ്ങൾ എന്നതിന് ബദലാണ്, അഥവാ ഒരു കൂട്ടർ എന്ന് വെക്കണം. അല്ലെങ്കിൽ എങ്ങനെയുള്ള മുനാഫിക്കീങ്ങളാണ്? അല്ലദീന, ഒരു കൂട്ടരായ മുനാഫിക്കീങ്ങൾ, അങ്ങനെ നഅത്തായിട്ടും ബദലായിട്ടും പറയും. യത്തഖിദൂനൽ കാഫിരീന, അവർ കാഫിരീങ്ങളാക്കിയിരിക്കുന്നു. ഔലിയാ, ഉറ്റമിത്രങ്ങളാക്കിയിരിക്കുന്നു. മിൻദൂനിൽ മുഅ്മിനീങ്ങളെ കൂടാതെ. അവർ സംഗതി മുഅ്മിനീങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറയും, പക്ഷേ ശരിക്കും അവരുടെ യഥാർത്ഥ കൂട്ടുകാർ കാഫിരീങ്ങളായിരിക്കും, അങ്ങനത്തെ മുനാഫിക്കീങ്ങൾ. എന്താ കാരണം? ലിമാ യതവഹമൂന ഫീഹിം മിനൽ ഖുവ്വ, ലിമാ യതവഹമൂന, അവർ ഊഹിക്കുന്നത് കാരണത്താൽ.
യതവഹമൂന അവർ ഊഹിക്കുന്ന കാരണത്താൽ ഫീഹിം ആ കാഫര്യങ്ങളിലുണ്ട് കാഫര്യങ്ങളിലുള്ള ഒന്നിനെ ആ ഒന്നെന്തിനാണ് മിന്നൽ കൂതി ശക്തിയല്ല കാഫര്യങ്ങൾക്കാണ് ശക്തി എന്നുള്ളതിൽ അവർ കാഫര്യങ്ങളുടെ കൂടെ കൂടും അല്ലേ അങ്ങനെ കാഫര്യങ്ങളുമായിട്ട് രഹസ്യ രൂപത്തിൽ ചങ്ങാത്തം സ്ഥാപിക്കും അങ്ങനെയുള്ള ആളുകൾ അയബത്തുകൂന അവർ ആഗ്രഹിക്കുന്നുണ്ടോ യത്തിലുപൂന അവർ തേടുന്നുണ്ടോ ഇന്ദഹും അവരുടെ അടുക്കൽ ആ കാഫര്യങ്ങളുടെ അടുക്കൽ വല്ലതും തേടുന്നുണ്ട് അവർ അല്ല ഇസ്സ അല്ല പ്രതാപത്തിനെയും അത് ഇസ്തിഫാമും ഇൻകാറിൻ്റെ ഇസ്തിഫാമാണ് അതായത് വല്ലതും അവർക്ക് കിട്ടുമോ കാഫര്യങ്ങളുടെ അടുത്ത് നിന്ന് വല്ല ഇസ്സത്ത് ഈ മുനാഫിക്കങ്ങൾക്ക് കിട്ടുമോ എന്നാണ് ചോദിച്ചത് കിട്ടൂല എന്ന് അതായത് ലാ യജിദൂന അവരതിന് എത്തിക്കൂല ഇന്ദഹും കാഫര്യങ്ങൾക്ക് ഒരു ഇസ്സത്തും ഇല്ല ഇവരിങ്ങനെ വിചാരിച്ചോ കാഫര്യങ്ങൾ ശക്തിയുണ്ടെന്ന് പറഞ്ഞ് കാഫര്യങ്ങളെ കൂട്ടുകാരാക്കിയേക്കാണ് ഇന്നൽ ഇസ്സത്ത കാരണം ഇസ്സത്ത് പ്രതാപം എന്നുള്ളതിൽ ഇല്ലാഹി അള്ളാഹുവിനാണ് ജമീ അത് മൊത്തമായിട്ട് ഈ ഇസ്സത്തിൻ്റെ ഹോൾസെയിലും ഫുള്ളും അള്ളക്കുള്ളതാണ് അള്ള ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ് ദുനിയാവിലും വല്ല ആഖിറത്തിലും വലാ യനാലുഹ അപ്പോൾ ആ ഇസ്സത്തിനെ നേടിയെടുക്കൂല ഇല്ലാ ഔലിയാഹു അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങളല്ലാതെ വഖദ് നസ്സല അലൈക്കും അല്ലേ ബിൽ ബിനാഇലിൽ ഫാഇലി വൽ മഫൂലി ഫായിലിന് വേണ്ടി എടുത്തുകൊണ്ടും ഖിറാത്തുണ്ട് മഫൂലിന് വേണ്ടി എടുത്തുകൊണ്ടുമുള്ള ഖിറാത്തുണ്ട് അപ്പം വഖദ് നസ്സല ഫായിലിന് വേണ്ടി എടുത്തിട്ട് മഅറൂഫായിട്ട് വഖദ് നുസ്സില മഫൂലിന് വേണ്ടി എടുത്തിട്ട് മജ്ഹൂലായിട്ട് 2 ഖിറാത്തുണ്ട് തീർച്ചയായും അള്ളാഹ് ഇറക്കി അല്ലെങ്കിൽ തീർച്ചയായും ഇറക്കപ്പെട്ടു അലൈക്കും നിങ്ങളുടെ മേൽ ഫിൽ കിതാബിൽ അൽ ഖുർആനി അതായത് ഖുർആൻ എന്ന് വെച്ചാൽ ഫി സൂറത്തിൽ അൻആം സൂറത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൻആം ഇതിപ്പോൾ സൂറത്ത് ഏതാണ് സൂറത്തു നിസ ആണ് ഇതിന് ശേഷം ആയതിനു ശേഷം അൻആം ഉണ്ട് അപ്പോൾ അൻആം സൂറത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അൻആം സൂറത്ത് പിന്നെയല്ലേ വരുന്നത് അപ്പോൾ ഇറക്കിയെന്ന് പറയാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഖുർആൻ ഇറക്കിയത് ഈ ഓർഡറിനനുസരിച്ചല്ലോ ആദ്യമല്ല ഫാത്തിഹ അല്ലല്ലോ ആദ്യം ഇറക്കപ്പെട്ടത് അത് സൂറത്ത് അലക്കല്ലേ അപ്പോൾ അത് ക്രമം വേറെയാണ് അപ്പം അൻആം സൂറത്തിലുള്ള ആയത്ത് അതിന് മുമ്പ് ഇറക്കിയെന്ന് വെച്ചാൽ മതി അപ്പം അൻആം സൂറത്തിൽ ഖുർആനിൽ അഥവാ അൻആം സൂറത്തിൽ തീർച്ചയായും അള്ളാഹ് ഇറക്കിയിട്ടുണ്ട് എന്താണ് മുഖഫഫത്താണ് അപ്പം മുഖഫഫത്താണ് വസ്മുഹ അതിൻ്റെ ഇസ്മോ മഹദൂഫുൻ കളയപ്പെട്ടതാണ് എന്ന് അല്ലേ വൈൻ തുഹഫഫ് അന്ന ഫസ്മു ഹസ്തക അല്ല വഹുഫിഫത്ത് ഇന്ന ഫഖല്ലൽ അമലു അല്ലേ അപ്പം തഖ്ഫീഫാക്കപ്പെട്ടും അതിൻ്റെ അമല് ഇല്ലാതാകും ഫഖല്ലൽ അമല് കുറയും എന്നൊക്കെ നമ്മൾ അൽഫിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ അല്ലേ ഇന്നല്ല അന്നയാണ് എന്താണ് വൈൻ തുഹഫഫ് അന്ന ഫസ്മു ഹസ്തക്കൻ എന്ന് പറഞ്ഞൊരു ബൈത്ത് അന്നിനെ എന്ത് ചെയ്യുക തഖ്ഫീഫാക്കപ്പെട്ടതാണ് അതിൻ്റെ ഇസ്മെന്താണ് കളയപ്പെട്ടതാണ് അതായത് അന്നഹു നിശ്ചയം കാര്യം ഇദാ സമീഅത്തും നിങ്ങൾ കേട്ടാൽ ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയത്തുകളെ അഥവാ ഖുർആനെ കേട്ടാൽ എന്താ ഖുർആനാന്ന് വായിക്കുന്നത് അത് ആയാത്തി എന്നുള്ളത് നെസ്ബല്ലേ ശരിക്കും കാരണം ആയാത്ത് ജമ്മു മുഅന്നസ് സാലിമിൻ്റെ മുൽഹാഖത്ത് അല്ല ജമ്മു മുഅന്നസ് സാലിം ആയതുകൊണ്ട് ആയാത്ത് എന്നത് കസർ കൊണ്ടാണ് നെസ്ബ് അപ്പോൾ ഖുർആന ഫതഹ് കൊണ്ട് നെസ്ബ് അപ്പോൾ ഖുർആനെ നിങ്ങൾ കേട്ടാൽ യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ അതിനെ നിഷേധിക്കപ്പെടും വയുസ്തഹ്സഉ ബിഹാ അതിനെ പരിഹസിക്കപ്പെടും അത് കാരണത്താൽ ലാ തഖഉദു മഅഹും നിങ്ങൾ അവരോടൊപ്പം ഇരിക്കണ്ട അയിൽ കാഫിരീങ്ങളോടൊപ്പം വൽ മുസ്തഹ്സീന ഈ പരിഹസിക്കുന്ന ആളുകളോടൊപ്പം ഒന്നും ഇരിക്കണ്ടെന്ന് അതായത് ഖുർആൻ്റെ ആയത്തുകൾ നിങ്ങൾ കേട്ടാൽ നിങ്ങളെ ഖുർആൻ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും അത് കണ്ടിട്ട് അവർ പരിഹസിക്കും അവരതിനെ നിഷേധിക്കും അതൊന്നും ഇല്ലാത്തതാണ് അല്ലെങ്കിൽ അതിനെ കളിയാക്കും അങ്ങനെയുള്ള കാഫിരീങ്ങൾ അതിനെ പരിഹസിക്കുന്ന ആളുകൾ അവരോടൊപ്പം ഒന്നും നിങ്ങൾ ഇരിക്കണ്ട ഹത്താ യഖൂലു ഫീ ഹദീസിൻ ഗൈരി ഹത്താ യഖൂലു അവർ പ്രവേശിക്കുന്നവിടം വരെ മുഴുകുന്നവിടം വരെ ഫി ഹദീസിൻ ഒരു സംസാരത്തിൽ ഗൈരി അതല്ലാത്ത വേറെ എന്തെങ്കിലും സംസാരത്തിൽ അപ്പോൾ ഖുർആനെ പറ്റി അങ്ങനെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒപ്പം നിങ്ങൾ കൂടി ഇരിക്കരുത് മനസ്സിലായല്ലോ വേറെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇരുന്നോട്ടെ കുഴപ്പമില്ല അപ്പോഴേക്കും എന്ന് വെച്ചാൽ ഇൻ കഅത്തും മഅഹും നിങ്ങൾ അവരോടൊപ്പം ഇരുന്നാൽ അതായത് ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരിങ്ങനെ പരിഹസിക്കുകയാണെങ്കിൽ ഖുർആനെ പറ്റി പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നിങ്ങൾ അവിടെ ഇരുന്നതെങ്കിൽ മിസ്ലഹും അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ സമയം എന്നർത്ഥം ആ സമയം അതാ പറഞ്ഞു ഇൻ കഅത്തും മഅഹും അത് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ അവരോടൊപ്പം ഇരുന്നാൽ മിസ്ലഹും ഇന്നക്കും ഇതം മിസ്ലുഹും അല്ലേ ഇന്നക്കും ഇതൻ
മിസ്ലുഹു നിങ്ങൾ അവരെ പോലെയാണ് ഫിൽ ഇസ്മി കുറ്റത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കും അതേ കുറ്റം ഉണ്ടാവും. ഇന്നല്ലാഹ് അതുകൊണ്ട് അവരുടെ ഒപ്പം ഇരിക്കരുത് എന്ന് അള്ളാഹ് ഖുർആനിൽ ഇറക്കിയിട്ടുണ്ട് എന്ന്, അതായത് സൂറത്തുൽ അൻആമിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന്, തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന കപട വിശ്വാസികളെയും സത്യനിഷേധികളെയും ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ഫി ജഹന്നമ ജഹന്നമിൽ ജമീഅ മൊത്തമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടും. കമജ്തമഉ ഫി ദുനിയാ അവർ ഒരുമിച്ച് കൂടി ഇതുപോലെ ദുനിയാവിൽ വെച്ച് അലൽ കുഫ്രി സത്യനിഷേധത്തിൻ്റെ മേലും വൽ ഇസ്തിഹ്സാഇ പരിഹാസത്തിൻ്റെ മേലും. കാരണം ദുനിയാവിൽ വെച്ച് അങ്ങനെയായിരുന്നു. കാരണം മുനാഫിക്കീങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മുസ്ലിങ്ങളുടെ കൂടെ ബാഹ്യമായിട്ട് കൂടിയാൽ അവരുടെ ഉള്ളിൽ കുഫറാണുള്ളത്. അപ്പോൾ അവർ ഖുർആനെ പരിഹസിക്കും, ഖുർആനെ നിഷേധിക്കും. അപ്പം ദുനിയാവിൽ അവർ ഒരേ ടീം ഒരേ വിഭാഗത്തിലാണ്, കുഫറിൻ്റെ ഇസ്തിഹ്സാൻ്റെ വിഷയം. അതുപോലെ തന്നെ ആഖിറത്തിൽ അവരെ അള്ളാഹ് ഒരുമിച്ച് കൂട്ടും, ആഖിറത്തിൽ ജഹന്നമിൽ ഒരുമിച്ച് കൂട്ടും.